നമസ്കാരം സുഹൃത്തുക്കളെ. രണ്ടാം ദിവസത്തിലെ ആധ്യാത്മരാമായണം പാരായണത്തിലെ വരികളുടെ അർത്ഥം നമുക്ക് നോക്കാം. ഓം നമോ നാരായണായ. രാവണൻ തുടങ്ങിയ രാക്ഷസവീരന്മാരുടെ അതിക്രമങ്ങൾ കാരണം എപ്പോഴും ഭാരം സഹിക്കവയ്യാതെ സങ്കടത്തിലായ ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപം ധരിച്ച് ദേവന്മാരുടെയും തപസ്വിമാരുടെയും കൂട്ടത്തോടൊപ്പം ബ്രഹ്മലോകത്തിലെത്തി സങ്കടത്തോടെ കരഞ്ഞു. തൻ്റെ സങ്കടങ്ങളും വേദനകളും എല്ലാം ബ്രഹ്മാവിനോട് പറഞ്ഞു. അത് കേട്ട് ബ്രഹ്മാവ് അല്പനേരം ആഴത്തിൽ ആലോചിച്ചു നിന്ന ശേഷം വേദങ്ങളുടെ നാഥനായ ആ പരമാത്മാവിനോട് ചെന്ന് ഈ സങ്കടങ്ങൾ ബോധിപ്പിക്കുകയല്ലാതെ നമുക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. ബ്രഹ്മാവ് ഇപ്രകാരം ചിന്തിച്ച് വർദ്ധിച്ച ദുഃഖത്തോടെ ഇരിക്കുന്ന ദേവന്മാരോടെല്ലാം ഒപ്പം കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും പുറപ്പെട്ടു. അവർ പാൽക്കടലിൻ്റെ തീരത്ത് എത്തിച്ചേരുകയും ദേവന്മാരോടും മുനിമാരോടും ഒപ്പം ഭഗവാനെ ഭക്തിയോടെ സ്തുതിക്കാൻ തുടങ്ങുകയും ചെയ്തു. പൂർണ്ണമായ ഏകാഗ്രതയോടും ഭക്തിഭാവത്തോടും കൂടി ശാസ്ത്രവിധി പ്രകാരം പുരുഷസൂക്തം ജപിച്ച് അവർ ആ പുരുഷന്മാരെ ആരാധിച്ചു. ആ സമയത്ത് 10,000 സൂര്യന്മാർ ഒന്നിച്ച് കിഴക്കേ മാനത്ത് ഉദിച്ചുയരുമ്പോൾ ഉണ്ടാവുന്ന അതിശക്തമായ പ്രകാശം പോലെ താമരക്കണ്ണനായ പത്മനാഭൻ ബ്രഹ്മാവിന് മുന്നിൽ അതീവ സന്തോഷത്തോടെ ദയാപൂർവം പ്രത്യക്ഷനായി. വലിയ സിദ്ധന്മാരായ യോഗികൾക്ക് പോലും ദർശിക്കാൻ അതീവ പ്രയാസമുള്ളതും കൺകുളിർക്കുന്നതുമായ ഭഗവാന്റെ ആ മനോഹര രൂപം അവർ കണ്ടു. നിലാവ് പോലെയുള്ള പുഞ്ചിരി തൂകുന്ന പൂർണ്ണചന്ദ്രനെ പോലെയുള്ള മനോഹരമായ മുഖവും താമരപ്പൂ പോലുള്ള കണ്ണുകളുമുള്ള ആ ദൈവത്തെ, ഇന്ദ്രനീലക്കല്ലിൻ്റെ തിളക്കമുള്ള ശരീരവും ലക്ഷ്മീദേവി വസിക്കുന്ന മനോഹരമായ മാറുള്ളവനും എല്ലാവരാലും വണങ്ങപ്പെട്ടവനും സന്തോഷം നൽകുന്നവനും മാറത്ത് ശ്രീവത്സമെന്ന അടയാളമുള്ളവനും തൻ്റെ പാദങ്ങളെ ആശ്രയിക്കുന്ന ഭക്തന്മാരോട് വാത്സല്യമുള്ളവനും പ്രപഞ്ചത്തിന് മുഴുവൻ ആനന്ദമേകുന്നവനും സജ്ജനങ്ങളാൽ എപ്പോഴും സേവിക്കപ്പെടുന്നവനുമായ ഭഗവാനെ അവർ ദർശിച്ചു. മേരുപർവ്വം പോലെ പ്രൗഢമായ കിരീടം, തിളങ്ങുന്ന കാതുകുണ്ടലങ്ങൾ, മുത്തുമാലകൾ, തോൾവളകൾ, കൈവളകൾ, അരഞ്ഞാൺ എന്നിവയും വിരലുകളിൽ അണിഞ്ഞ മോതിരങ്ങൾ തുടങ്ങിയ എല്ലാവിധ ആഭരണങ്ങളും കൊണ്ട് അലങ്കൃതമായ ശരീരത്തോടു കൂടിയവനും ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും മനോഹരനുമായ കാരുണ്യത്തിൻ്റെ ഉറവിടമായ ആ ഭഗവാനെ നേരിട്ട് കണ്ട് അത്യധികം ആനന്ദം പൂണ്ട് താമരയിൽ ജനിച്ചവനായ ബ്രഹ്മാവ് മധുരമുള്ള വാക്കുകളാൽ ഇപ്രകാരം സ്തുതിക്കുവാൻ തുടങ്ങി. സുന്ദരമായ പദങ്ങൾ കോർത്തിണക്കി ബ്രഹ്മാവ് സ്തുതിച്ചു. പരമാനന്ദ സ്വരൂപനായ ഭഗവാനെ, അങ്ങേക്ക് ജയം ഭവിക്കട്ടെ. മോക്ഷം ആഗ്രഹിക്കുന്നവരും സിദ്ധന്മാരുമായ യോഗീശ്വരന്മാർക്ക് പോലും നേരിട്ട് കാണാൻ കഴിയാത്ത അങ്ങയുടെ ആ താമരപ്പൂ പോലുള്ള പാദങ്ങൾ, പ്രപഞ്ചനാഥനായ അങ്ങേക്ക് ഞാൻ ദിവസവും നമസ്കാരം അർപ്പിക്കുന്നു എന്നും പരിശുദ്ധമായ രൂപത്തോടു കൂടിയവനെ, അങ്ങേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. സത്യവും ജ്ഞാനവും അനന്തമായ ആനന്ദവും അമൃതും അഭയവും നൽകുന്ന ഏകനായവനെ, കാരുണ്യക്കടലായ അങ്ങേക്ക് എന്നും നമസ്കാരം. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ഒടുവിൽ സംഹരിക്കുകയും ചെയ്യുന്ന ലോകനാഥ, എന്നെ കാത്തുരക്ഷിക്കണമേ, അങ്ങേക്കെന്നും നമസ്കാരം. വേദപഠനം, തപസ്, ദാനം, യാഗങ്ങൾ തുടങ്ങിയ കർമ്മങ്ങൾ കൊണ്ട് മാത്രം ഒരാൾക്കും ഒരിക്കലും മോക്ഷം നേടാൻ സാധിക്കുകയില്ല. ഒരാൾക്ക് മുക്തി ലഭിക്കണമെങ്കിൽ അങ്ങയുടെ പാദങ്ങളിലുള്ള ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കൂ. അതല്ലാതെ മറ്റൊരു വഴി കൊണ്ടും അത് സാധ്യമേ അല്ല. അങ്ങനെയുള്ള അങ്ങയുടെ തിരുപ്പാദങ്ങളാകുന്ന താമര ഇണകളെ എൻ്റെ അരികിൽ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ എൻ്റെ മഹാഭാഗ്യം കൊണ്ടാണ്. ശുദ്ധമായ മനസ്സുള്ളവരും ശ്രേഷ്ഠന്മാരുമായ മുനിമാർ തങ്ങളുടെ ബുദ്ധിയിലും ഹൃദയത്തിലും ഭക്തിയോടെ എപ്പോഴും ധ്യാനിക്കുന്ന അങ്ങയുടെ ആ താമര പാദങ്ങളിൽ എൻ്റെ മനസ്സിൽ എപ്പോഴും ഭക്തി ഉണ്ടാകണമേ. ഭക്തന്മാരെ സ്നേഹിക്കുന്നവനെ, എന്നെ കാത്തുരക്ഷിച്ചാലും. ലൗകിക ജീവിതമാകുന്ന രോഗത്താൽ മനസ്സൊരുക്കി സങ്കടപ്പെടുന്ന മനുഷ്യർക്ക് അങ്ങയോടുള്ള ഭക്തിയല്ലാതെ ഈ ദുരിതം മാറാൻ വേറെ ഒരു ഔഷധവുമില്ല. കാരുണ്യക്കടലായ ഭഗവാനെ, മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയം കലർന്ന സങ്കടം വളരെയധികം വർദ്ധിച്ചു വരുന്നു. എൻ്റെ മരണസമയത്ത് ഉദയസൂര്യൻ്റെ ചുവപ്പ് നിറമുള്ള അങ്ങയുടെ താമരപാദങ്ങളെ എനിക്ക് ഓർക്കാൻ സാധിക്കേണ്ടതിനായി എനിക്ക് ആ വരം തന്നരുളണമേ നാഥ. കരുണാനിധേ,
കാത്തുരക്ഷിക്കണമേ. ലക്ഷ്മീപതേ ഭൂമിനാഥ, അങ്ങേക്കെൻ്റെ ശരണം പ്രാപിക്കുന്നത്. പരമാനന്ദ സ്വരൂപനായ ഭഗവാനെ, അങ്ങേക്ക് ജയം. പരമപൊരുളായവനെ, പരമാത്മാവേ, നാശമില്ലാത്ത പരബ്രഹ്മനെ, അങ്ങേക്ക് ജയം. പരമമായ ജ്ഞാനസ്വരൂപനെ, എല്ലാത്തിനും മീതെയുള്ളവനെ, പത്മനാഭ ഭഗവാനെ, അങ്ങേക്ക് ജയം. വരങ്ങൾ നൽകുന്നവനായ വൈകുണ്ഠനാഥ നാരായണ, അങ്ങേക്ക് ജയം ഭവിക്കട്ടെ. 4 മുഖങ്ങളുള്ള ബ്രഹ്മാവ് ഇപ്രകാരം ഭഗവാനെ ഭക്തിപൂർവം സ്തുതിച്ച സമയത്ത് ഭഗവാൻ മറുപടി പറയുന്നു. അതീവ മധുരമുള്ളതും വ്യക്തവുമായ ഒരു പുഞ്ചിരിയോടെ ഭഗവാൻ ഇപ്രകാരം അരുളി ചെയ്തു. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒന്നിച്ച് ഇത്രയധികം ആകുലതയോടെ എന്നെ വന്ന് കാണാൻ എന്തു കാരണമാണുണ്ടായത്? ആ കാര്യം പറഞ്ഞാലും. ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ട് ബ്രഹ്മാവ് ഇപ്രകാരം ബോധിപ്പിച്ചു. അങ്ങയുടെ സർവജ്ഞമായ മനസ്സിൽ അറിയാത്തതായി ഈ ലോകത്ത് ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ ഭഗവാനെ? എങ്കിലും അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഞാൻ ഉണർത്തിക്കാം. ഇപ്പോൾ 3 ലോകങ്ങളിലും സങ്കടം അങ്ങേയറ്റം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് നാഥ. വിശ്രവസ് മഹർഷിയുടെ മകനായ ആ രാവണൻ കാരണം. പ്രപഞ്ചനാഥ, 3 ലോകങ്ങളും മിക്കവാറും നശിച്ച മട്ടാണ്. ബ്രഹ്മാവായ ഞാൻ നൽകിയ വരങ്ങളുടെ ബലത്തിൽ അഹങ്കാരിയായി മാറിയ അവൻ യാതൊരു ദയവുമില്ലാതെ പ്രപഞ്ചത്തെ മുഴുവൻ നശിപ്പിക്കുകയാണ്. കഷ്ടം. 8 ദിക്കുകളെ കാക്കുന്ന ദിക്പാലകന്മാരെ പോലും അവൻ അടിച്ച് ഓടിച്ചു കളഞ്ഞു. ലോകങ്ങളെല്ലാം തൻ്റെ മാത്രം ആജ്ഞയ്ക്ക് കീഴിലാക്കി മാറ്റി. ദേവേന്ദ്രനെ പോലും യുദ്ധത്തിൽ കെട്ടിയിട്ടിട്ടുണ്ട്. ആ 10 തലയുള്ള രാവണൻ ദേവലോക ഭരണം കൈക്കലാക്കി. അതുമാത്രമല്ല, ഭൂമിയിലെ യജ്ഞങ്ങളും പൂജകളും എല്ലാം അവൻ കാരണം മുടങ്ങിപ്പോയിരിക്കുന്നു. ശ്രേഷ്ഠരായ യോഗികളെയും മുനിമാരെയും അവൻ പിടിച്ചു തിന്നുന്നു. സദ്ഗുണങ്ങളുള്ള ദമ്പതിമാരെ ബലമായി പിടിച്ചുകൊണ്ട് പോകുന്നു. ലോകത്തിൽ ധർമ്മം അപ്രത്യക്ഷമായി. സദാചാര മര്യാദകളെല്ലാം നശിച്ചു. മനുഷ്യനാലല്ലാതെ മറ്റൊരാളാലും അവന് മരണമുണ്ടാവില്ല എന്ന് പണ്ട് വിധി എഴുതിയിട്ടുള്ളതാണ്. അതിനാൽ പ്രപഞ്ചനാഥ, അവിടുന്ന് തന്നെ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജനിച്ച് ആ രാവണനെ വധിക്കണമേ. ദയാനിധേ, മധു എന്ന അസുരനെ നിഗ്രഹിച്ചവനെ, അങ്ങേക്ക് എൻ്റെ എപ്പോഴുമുള്ള നമസ്കാരം. അങ്ങയുടെ ചുവന്ന തളിർ പോലുള്ള പാദങ്ങളെ എപ്പോഴും ധ്യാനിക്കാൻ എനിക്കിടയാകണമേ. ബ്രഹ്മാവ് ഇപ്രകാരം സങ്കടമുണർത്തിച്ച സമയത്ത് താമരക്കണ്ണനായ ഭഗവാൻ മന്ദഹാസം തൂകി ഇപ്രകാരം മറുപടി നൽകി. ശുദ്ധമായ മനസ്സോടെ വളരെ കാലം എന്നെ ആരാധിച്ച മക്കളുണ്ടാകാൻ വേണ്ടി പണ്ട് കാശ്യപ പ്രജാപതി തപസ്സു ചെയ്തു. അന്ന് അതീവ പ്രസന്നനായ ഞാൻ അദ്ദേഹത്തിന് ഒരു വരം നൽകുകയുണ്ടായി. അന്ന് നൽകിയ ആ മാറ്റമില്ലാത്ത വരം നിറവേറ്റാനുള്ള ശ്രമം ഇന്നു മുതൽ ഞാൻ ആരംഭിക്കുകയാണ്. ആ കശ്യപൻ ഇപ്പോൾ ദശരഥൻ എന്ന പേരിൽ രാജശ്രേഷ്ഠനായി ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. വിധാതാവേ, അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയായ അതിഥിയാണ് ഇപ്പോൾ കൗസല്യയായി ജനിച്ചിരിക്കുന്നത്. ആ കൗസല്യയിൽ ഞാൻ മകനായി വന്ന് അവതരിക്കും. എനിക്ക് സഹോദരന്മാരായി മറ്റു 3 പേർ കൂടി ജനിക്കും: ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. ജ്ഞാനസ്വരൂപിണിയും എൻ്റെ ശക്തിയുമായ പ്രപഞ്ചനാഥ യോഗമായാദേവി ജനകരാജാവിൻ്റെ കൊട്ടാരത്തിൽ രാക്ഷസകുലത്തിൻ്റെ നാശത്തിന് കാരണക്കാരിയായി ഭൂമിയിൽ ഗർഭവാസത്തിലൂടെയല്ലാതെ ജനിക്കും. ദേവന്മാരായ നിങ്ങളെല്ലാവരും ഭൂമിയിൽ വാനരവീരന്മാരായി ജനിക്കണം. ഭൂമിദേവിക്ക് അമിതഭാരം കാരണം ഉണ്ടായ സങ്കടങ്ങളും വേദനകളും തീർക്കുവാൻ വേണ്ടി നിങ്ങളിത് ചെയ്യണം എന്ന് വേദങ്ങളുടെ നാഥനായ ഭഗവാൻ അരുളി ചെയ്തു. ബ്രഹ്മാവിനെ യാത്രയാക്കി ഭഗവാൻ അന്തർധാനം ചെയ്തപ്പോൾ ബ്രഹ്മാവ് ഭക്തിയോടെ ഭഗവാനെ വണങ്ങി. അതോടെ ദേവന്മാരുടെ എല്ലാം അതുവരെ ഉണ്ടായിരുന്ന മനസ്സിലെ സങ്കടങ്ങളും ഭയവും ഇല്ലാതായി മാറി. പ്രപഞ്ചനാഥനായ വിഷ്ണു ഭഗവാൻ അപ്രത്യക്ഷനായ ആ ദിക്കിലേക്ക് നോക്കി. ബ്രഹ്മാവ് തൻ്റെ മനസ്സിൽ അത്യധികം സന്തോഷത്തോടെ ഭൂമിയിൽ വീണ് നമസ്കരിക്കുകയും ദുഃഖിതയായ ഭൂമിദേവിയെ ആശ്വസിപ്പിക്കുകയും ചെയ്തതിനു ശേഷം ബ്രഹ്മാവ് ദേവന്മാരോട് ഇപ്രകാരം കൽപ്പിച്ചു. അസുരന്മാരുടെ ശത്രുവും കാരുണ്യക്കടലും ലക്ഷ്മീനാഥനുമായ ഭഗവാൻ സൂര്യവംശത്തിൽ അയോധ്യയിൽ വെച്ച് ശ്രേഷ്ഠനായൊരു മനുഷ്യനായി വന്ന് അവതരിക്കാൻ പോവുകയാണ്. അതിനാൽ ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരായ നിങ്ങളെല്ലാവരും ഒന്നു ചെയ്യണം. ആ വസുദേവനെ ഭക്തിയോടെ പരിചരിക്കുന്നതിനും സഹായിക്കുന്നതിനുമായി ദാസന്മാരെ എന്ന ഭാവത്തോടെ നിങ്ങൾ ഭൂമിയിൽ ജനിക്കണം.
അഹങ്കാരിയായ രാവണന്റെ ഭൃത്യന്മാരായ രാക്ഷസന്മാരോടും. ആ രാക്ഷസ വീരന്മാരോട് യുദ്ധം ചെയ്യുന്നതിനായി ഓരോ കാടുകളിലും പർവ്വതങ്ങളിലും ഗുഹകളിലും വലിയ മരങ്ങളുള്ള കാടുകളിലും ഒട്ടും വൈകാതെ ശ്രേഷ്ഠന്മാരായ വാനരന്മാരായി നിങ്ങൾ ജനിച്ചാലും. ഇന്ദ്രൻ തുടങ്ങിയവരോട് ബ്രഹ്മാവ് തൻ്റെ പരമാത്മാവിൻ്റെ ആജ്ഞ അറിയിച്ചതിനു ശേഷം കൃത്യനായി വേഗത്തിൽ തൻ്റെ ലോകമായ സത്യലോകത്തേക്ക് മടങ്ങി. അതോടെ ഭൂമിദേവിയും മനസ്സിലെ സങ്കടങ്ങളെല്ലാം മാറി അതീവ പ്രസന്നയായി തീർന്നു. ആ സമയത്ത് തന്നെ ഇന്ദ്രൻ തുടങ്ങിയ പ്രധാന ദേവന്മാരെല്ലാം എല്ലാവരും കുരങ്ങുകളുടെ രൂപം ധരിച്ചവരായി ഭൂമിയിൽ ജനിച്ചു. മനുഷ്യനായി അവതരിക്കുന്ന ഭഗവാൻ വിഷ്ണുവിനെ സഹായിക്കുന്നതിനായി ആ ദേവന്മാരുടെ പുത്രന്മാരായി. വാനര രൂപത്തിലുള്ള ആ വിഷ്ണുവിനോളം തൻ്റെ വേഗതയും പരാക്രമവുമുള്ളവരായിരിക്കണം മലകളും മരങ്ങളും പാറക്കല്ലുകളും ആയുധമാക്കി യുദ്ധം ചെയ്യുന്നവരായും പർവ്വതം പോലെ വലിയ ശരീരമുള്ളവരും എണ്ണമില്ലാത്തവരുമായ ആ വാനരന്മാർ ഈശ്വരനായ ശ്രീരാമന്റെ അവതാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഭൂമിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഒട്ടും കുറവുകളില്ലാതെ സുഖമായി ജീവിച്ചു പോന്നു. അളവറ്റ സദ്ഗുണമുള്ളവനും നിർമ്മലമായ സ്വഭാവത്തോടു കൂടിയവനും അയോധ്യയുടെ അധിപനും ധർമ്മിഷ്ഠനുമായ വീരനുമായ ദശരഥ മഹാരാജാവ് ഉന്നത കുലജാതർക്ക് തുല്യനായവനും സത്യമായ പരാക്രമമുള്ളവനും കാമദേവനെ പോലെ സുന്ദരനും കാരുണ്യത്തിൽ കടലുമായ അദ്ദേഹം തൻ്റെ മൂത്ത രാജ്ഞിയായ കൗസല്യാദേവിയോടും ഭർത്താവിനെ പരിചരിക്കുന്നതിൽ അതീവ സാമർഥ്യമുള്ള കൈകേയി സുമിത്ര എന്നീ ഭാര്യമാരോടും ഒപ്പം ചേർന്ന് തൻ്റെ മന്ത്രിമാരുമായി ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യരുതാത്ത കാര്യങ്ങളും വേർതിരിച്ചറിഞ്ഞ് ഭൂമിയിൽ മുഴുവൻ ഭരിച്ചു പോരുന്ന കാലത്ത് തനിക്ക് കുട്ടികളില്ലല്ലോ എന്ന വലിയ സങ്കടത്തോടെ തൻ്റെ ഗുരുവായ വസിഷ്ഠന്റെ താമരപാദങ്ങളിൽ വീണു വണങ്ങി. അദ്ദേഹം ഇപ്രകാരം ചോദിച്ചു: എനിക്ക് നല്ലവരായ മക്കളുണ്ടാകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൽപ്പിച്ചു തന്നാലും. മക്കളില്ലാത്തതുകൊണ്ട് എനിക്ക് ഈ രാജ്യാധികാരവും സമ്പത്തുമെല്ലാം വെറും ദുഃഖം മാത്രമേ തരുന്നുള്ളൂ എന്ന് അവിടുന്ന് അറിഞ്ഞാലും. തപസ്വികളിൽ ശ്രേഷ്ഠനായ വസിഷ്ഠ മഹർഷി രാജാവിന്റെ സങ്കടം കേട്ട് പുഞ്ചിരിയോടെ ദശരഥ മഹാരാജാവിനോട് ഇപ്രകാരം അരുൾ ചെയ്തു: ഹേ രാജാവേ, അങ്ങേക്ക് 4 ആൺമക്കൾ ജനിക്കുക തന്നെ ചെയ്യും. അതിനെ ഓർത്ത് അങ്ങ് മനസ്സിൽ ഒട്ടും വിഷമിക്കേണ്ടതില്ല. ഗുണനിധിയായ രാജാവേ, അങ്ങ് ഒട്ടും വൈകാതെ ഋഷ്യശൃംഗ മഹാമുനിയെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി പുത്രകാമേഷ്ടി യാഗം മംഗളകരമായി നടത്തിയാലും. തൻ്റെ ഗുരുവായ വസിഷ്ഠന്റെ കൽപ്പനയനുസരിച്ച് ദശരഥ മഹാരാജാവ് വിബന്ധക മഹർഷിയുടെ മകനായ ഋഷ്യശൃംഗനെ അയോധ്യയിലേക്ക് ക്ഷണിച്ചു വരുത്തി. സരയൂ നദിയുടെ തീരത്ത് യാഗശാല പണി കഴിപ്പിച്ച് ഭൂമിയുടെ നാഥനായ ദശരഥൻ ആ സമയത്ത് യാഗത്തിനായി വ്രതശുദ്ധിയോടെ ഒരുങ്ങി. അശ്വമേധ യാഗത്തിന് ശേഷം മറ്റു മുനിമാരോടൊപ്പം ചേർന്ന് പ്രപഞ്ചനാഥനായ വിഷ്ണുവിനോട് തുല്യനായ ദശരഥ മഹാരാജാവ് സ്വർണപാത്രത്തിൽ നിറച്ച ദിവ്യമായ പായസവുമായി അഗ്നിദേവൻ യാഗകുണ്ഡത്തിൽ നിന്നും ഉയർന്നു വന്നു. അങ്ങേക്ക് പുത്രന്മാരുണ്ടാകാനായി ദേവന്മാരാൽ നിർമ്മിക്കപ്പെട്ട ഈ ദിവ്യപായസം അങ്ങ് സ്വീകരിച്ചാലും എന്ന് അഗ്നിദേവൻ പറഞ്ഞു. രാജശ്രേഷ്ഠനായ ദശരഥന് അത് നൽകിയ ശേഷം അഗ്നിദേവൻ അപ്രത്യക്ഷനായി. വസിഷ്ഠ മുനിമാരുടെ നിർദ്ദേശപ്രകാരം രാജാവ് ആ പായസം വാങ്ങി കുടിച്ചു. സമർത്ഥനായ ദശരഥ മഹാരാജാവ് ഉടൻ തന്നെ അതീവ സന്തോഷത്തോടെ മുനിമാർക്ക് ദക്ഷിണ നൽകി ഭക്തിപൂർവ്വം വണങ്ങി. രാജാവ് ആ പായസത്തിന്റെ പകുതി മൂത്ത രാജ്ഞിയായ കൗസല്യാദേവിക്ക് നൽകി. ബാക്കി വന്ന പകുതിയുടെ പകുതി കൈകേയിക്കും നൽകി. ആ സമയത്ത് കൗസല്യാദേവി തൻ്റെ പക്കലുണ്ടായിരുന്ന പായസത്തിന്റെ പകുതി ഒട്ടും മടി വിചാരിക്കാതെ സുമിത്രയ്ക്കും നൽകി. കൗസല്യ ചെയ്തത് കണ്ട് കൈകേയിയും തൻ്റെ പക്കലുണ്ടായിരുന്ന പായസത്തിന്റെ പകുതി സുമിത്രയ്ക്ക് നൽകി. ഇങ്ങനെ 2 പേരിൽ നിന്നും പായസം ലഭിച്ചതിനാലാണ് സുമിത്രയ്ക്ക് 2 പുത്രന്മാർ ജനിച്ചത്. ഭാര്യമാരുടെ ഈ സ്നേഹവും ഒത്തൊരുമയും കണ്ട് രാജാവ് അത്യധികം സന്തോഷിച്ചു. തങ്ങളുടെ പ്രജകൾക്കെല്ലാം അത്യധികം ആനന്ദം നൽകിക്കൊണ്ട് ആ 3 രാജ്ഞിമാരും ആ സമയത്ത് ഗർഭം ധരിച്ചു. ഗർഭധാരണ വിവരം അറിഞ്ഞതു മുതൽ ഭൂമിപാലകനായ ദശരഥൻ ശ്രേഷ്ഠരായ ബ്രാഹ്മണനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി. മനോഹരമായ കണ്ണുകളുള്ള ആ രാജ്ഞിമാരുടെ ഗർഭരക്ഷയ്ക്കായി ജപങ്ങളും ഹോമങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ ചടങ്ങുകളും ദിവസേന വിധിപ്രകാരം നടത്തിപ്പോന്നു. രാജ്ഞിമാരിൽ ഗർഭത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായി വന്നതനുസരിച്ച്
രാജാവിൻ്റെ മനസ്സിൽ അവരോടുള്ള സ്നേഹവും സന്തോഷവും വീണ്ടും വീണ്ടും വർദ്ധിച്ചു വന്നു. തൻ്റെ പ്രിയ പത്നിമാർക്ക് ഗർഭകാലത്തുണ്ടായ ശാരീരികമായ തിളക്കം പോലെ തന്നെ ബ്രാഹ്മണരടക്കമുള്ള പ്രജകൾക്കും ഭൂമിദേവിക്കും ദേവന്മാർക്കും ദിവസങ്ങൾ ചെല്ലുന്തോറും അവരുടെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം പാടെ ഇല്ലാതായി മാറി. മധുരമായി സംസാരിക്കുന്ന രാജ്ഞിമാരുടെ ശരീരത്തിലെ തേജസ് അത്യധികം വർദ്ധിക്കുകയും ചെയ്തു. ഗർഭകാലത്ത് ചെയ്യേണ്ട സീമന്തം, പുംസവനം തുടങ്ങിയ ചടങ്ങുകളെല്ലാം രാജാവ് യഥാവിധി നടത്തി. അതോടൊപ്പം തന്നെ യാചകർ ആഗ്രഹിക്കുന്നത്രയും ദാനധർമ്മങ്ങളും അദ്ദേഹം ചെയ്തു. ഗർഭകാലം പൂർത്തിയായ ആ ശുഭവേളയിൽ കൊട്ടാരത്തിൽ 4 ആൺകുട്ടികൾ അടുത്തടുത്തായി ജനിച്ചു വീണു. 5 ഗ്രഹങ്ങൾ അവയുടെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന അതീവ ശ്രേഷ്ഠമായ ആ സമയത്ത് നാശമില്ലാത്തവനായ പരമാത്മാവ് അയോധ്യയിൽ കൗസല്യയുടെ മകനായി അവതരിച്ചു. പുണർദം നക്ഷത്രവും തിഥികളിൽ 9-ാമത്തെ തീയതിയും നവമിയുമായ ശുഭദിനത്തിൽ നക്ഷത്രങ്ങളുടെ നാഥനായ ചന്ദ്രനോടൊപ്പം വ്യാഴവും കർക്കിടകം രാശിയിൽ അതീവ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ സൂര്യനും തൻ്റെ ഉച്ചരാശിയിൽ നിൽക്കെ കർക്കിടകം ലഗ്നനിൽ, ശനി തുലാം രാശിയിലും ശുക്രൻ മീനം രാശിയിലും ചൊവ്വ തൻ്റെ ഉച്ചരാശിയിലും മകരരാശിയിലും അങ്ങനെ സർവഗ്രഹങ്ങളും അനുകൂലമായി നിൽക്കുന്ന പരമപാവനമായ മുഹൂർത്തത്തിൽ പ്രപഞ്ചനാഥനായ ഭഗവാൻ ഭൂമിയിൽ ജനിച്ചു. ഭഗവാന്റെ അവതാരത്തോടെ എല്ലാ ദിക്കുകളും പ്രസന്നമായി തീർന്നു. ദേവന്മാരും സന്തോഷിച്ചു. തുടർന്ന് കൈകേയി രാജ്ഞി പൂയം നക്ഷത്രത്തിൽ മകനെ പ്രസവിച്ചു, അതായത് ഭരതനെ. തൊട്ടടുത്ത ദിവസം സുമിത്ര രാജ്ഞി 2 ആൺകുട്ടികളെ പ്രസവിച്ചു, ലക്ഷ്മണൻ, ശത്രുഘ്നൻ. പരമാത്മാവും മുകുന്ദനും നാരായണനും. പ്രപഞ്ചനാഥനും ജന്മമില്ലാത്തവനും താമരക്കണ്ണനും ഭുവനേശ്വരനുമായ വിഷ്ണു ഭഗവാൻ തൻ്റെ ദിവ്യമായ ലക്ഷണങ്ങളോടെ അവതരിച്ച ആ സമയത്ത് കൗസല്യാദേവി ആ രൂപം നേരിട്ട് കണ്ടു. 1000 സൂര്യന്മാർ ഒന്നിച്ച് ഒരു സമയത്ത് 10 കോടി സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചുയരുന്നത് പോലെയുള്ള അതിശക്തമായ പ്രകാശത്തോടെ ബ്രഹ്മാവ്, നാരദൻ, സനകൻ തുടങ്ങിയ മുനിമാരാലും ദേവേന്ദ്രൻ തുടങ്ങിയ പ്രമുഖ ദേവന്മാരാലും വന്ദിക്കപ്പെടുന്ന പരിശുദ്ധമായ കിരീടവും അതീവ മനോഹരമായ മുടിയും നെറ്റിയിലേക്ക് ലളിതമായി ചുരുണ്ടുകിടക്കുന്ന മുടിക്കെട്ടും കാരുണ്യമാകുന്ന അമൃതരസം നിറഞ്ഞ കണ്ണുകളും ചുവന്ന വസ്ത്രം കൊണ്ട് അലങ്കൃതമായ അരക്കെട്ടും ശംഖുചക്രം, താമര, ഗദ എന്നിവയേന്തി നീളുന്ന 4 കൈകളും ശംഖിന് തുല്യമായി മനോഹരമായ കഴുത്തിൽ തിളങ്ങുന്ന കൗസ്തുഭരത്നവും ഭക്തന്മാരോടുള്ള തൻ്റെ വാത്സല്യം ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ എന്ന വണ്ണം മാറത്ത് വ്യക്തമായി കാണുന്ന പരിശുദ്ധമായ ശ്രീവത്സം എന്ന അടയാളവും കാതുകുണ്ടലങ്ങളും മുത്തുമാലകളും അരഞ്ഞാണവും ചിലങ്കകളും തുടങ്ങിയ സർവാഭരണങ്ങളും ചന്ദ്രബിംബം പോലെയുള്ള തിരുമുഖവും പണ്ട് വാമനാവതാര കാലത്ത് ലോകങ്ങളെല്ലാം അളന്നെടുത്ത ആ താമരപാദങ്ങളും ഭക്തിയോടെ കൺകുളിർക്കെ കണ്ടുണ്ടായ അളവറ്റ ആനന്ദത്തോടെ മോക്ഷദായകനും പ്രപഞ്ചത്തിൻ്റെ സാക്ഷിയുമായ പരമാത്മാവ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ നാരായണൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സുന്ദരിയായ കൗസല്യാദേവി ഭഗവാനെ വീണു വണങ്ങി തുടർച്ചയായി ഇപ്രകാരം സ്തുതിക്കുവാൻ തുടങ്ങി. ദേവന്മാർക്കും ദേവനായവനെ, ശംഖുചക്രവും താമരയും ധരിച്ചവനെ, അങ്ങേക്ക് നമസ്കാരം. വാസുദേവനെ, മധു എന്ന അസുരനെ നിഗ്രഹിച്ചവനെ, പാപങ്ങളെ ഹരിക്കുന്നവനെ, നാരായണ, നരകാസുരൻ്റെ അന്തകനായവനെ, അങ്ങേക്കു നമസ്കാരം. എല്ലാത്തിൻ്റെയും ഈശ്വരനായവനെ, ശൂരസേന വംശത്തിൽ ജനിച്ചവനെ, ലോകനാഥ, അങ്ങേക്കു നമസ്കാരം. അവിടുന്ന് തൻ്റെ മായാശക്തി കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ എപ്പോഴും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ഒടുവിൽ സംഹരിക്കുകയും ചെയ്യുന്നത് സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളെ ആശ്രയിച്ചുകൊണ്ട് അവിടുന്ന് നടത്തുന്ന ഈ ലീലകളെ മനസ്സിലാക്കാൻ ഏറ്റവും ഉത്തമന്മാരായ ജ്ഞാനികൾക്ക് പോലും വളരെ പ്രയാസമാണ്. അങ്ങ് പരമപുരുഷനും പ്രകൃതിക്കും പുരുഷനും മീതെയുള്ളവനും നാശമില്ലാത്ത പരബ്രഹ്മവുമാണ്. അങ്ങ് പരമാത്മാവും പുരുഷോത്തമനും പരിപൂർണനും മാറ്റമില്ലാത്തവനും അവസാനമില്ലാത്തവനും ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തവനും നാശമല്ലാത്തവനും ഏകനുമാണ്. ചലനമില്ലാത്തവനും സമാനതകളില്ലാത്തവനും മോക്ഷം നൽകുന്നവനും എന്നുമുള്ളവനും യാതൊരു അഴകുമില്ലാത്തവനും രോഗങ്ങളെ ദുഃഖങ്ങളെയും ബാധിക്കാത്തവനും മാറ്റങ്ങളില്ലാത്തവനുമായ ദൈവമാണ് അവിടുന്ന്. മമതയില്ലാത്തവനും
വ്യാകുലതകളില്ലാത്തവനും അഹങ്കാരമില്ലാത്ത രൂപത്തോടു കൂടിയവനും അവയവങ്ങളില്ലാത്തവനും മായ തീണ്ടാത്തവനും നീതിമാനായവനും യാതൊരു പാപമില്ലാത്തവനുമാണ്. സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അതീതനായവനും വേദാന്തവാക്യങ്ങളുടെ യഥാർത്ഥ അർത്ഥത്തിലൂടെ അറിയേണ്ടവനും പ്രവൃത്തികളില്ലാത്തവനും രൂപമില്ലാത്തവനും ദേവന്മാരാൽ സേവിക്കപ്പെടുന്നവനുമാണങ്ങ്. ആഗ്രഹങ്ങളില്ലാത്തവനും ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് യോഗികളുടെ ഹൃദയത്തിൽ വസിക്കുന്നവനും ശരണം പ്രാപിക്കുന്നവർക്ക് മരണമില്ലാത്ത ആനന്ദം നൽകുന്നവനുമായ നാരായണനാണ് അങ്ങ്. ജ്ഞാനികളുടെ മനസ്സാകുന്ന താമരയിലെ തേനുണ്ണുന്ന വണ്ടായവനും മധു എന്ന അസുരന്റെ ശത്രുവും സത്യവും ജ്ഞാനവും സ്വരൂപമായവനും എല്ലാത്തിൻ്റെയും ഈശ്വരനും എന്നുമുള്ളവനുമാണ് അങ്ങ്. സത്യത്തെ ആശ്രയിച്ച് ജയിക്കുന്നവർക്ക് പ്രാണനായവനും സനകൻ തുടങ്ങിയ മഹർഷിമാരാൽ സേവിക്കപ്പെടുന്നവനും തത്വങ്ങളുടെ യഥാർത്ഥ ജ്ഞാനസ്വരൂപം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനുമാണ് അങ്ങ്. അവിടുന്ന് കേവലം ശുദ്ധമായ ചൈതന്യം മാത്രമാകുന്നു എന്നത് തീർച്ചയാണ്. അങ്ങനെയുള്ള അങ്ങയുടെ വയറ്റിലാണ് എപ്പോഴും ഒടുവില്ലാത്തത്ര കോടി ബ്രഹ്മാണ്ടങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അങ്ങനെയുള്ള അവിടുന്ന് ഇപ്പോൾ എൻ്റെ ഈ ചെറിയ വയറ്റിൽ ഇപ്രകാരം വന്നു ജനിച്ചു വസിച്ചുവല്ലോ ഭഗവാനെ. ഇതിന് എന്താണ് കാരണം? ലൗകിക സുഖങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കാരണം ഉണ്ടാകുന്ന പരവശത അറിവില്ലാത്തവളായ എനിക്ക് ഇപ്പോൾ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. ഭർത്താവ്, മക്കൾ, സമ്പത്ത് എന്നിവയോടുള്ള ആസക്തി നിറഞ്ഞ ഈ സംസാര ദുഃഖക്കടലിൽ ഞാൻ എപ്പോഴും മുങ്ങിത്താണ് കടുത്ത ഭ്രമത്തിൽ കഴിയുകയായിരുന്നു. അങ്ങയുടെ വലിയ മായാശക്തിയുടെ ബലം കൊണ്ടും തന്നെയാണ് ഞാൻ ഇതിൽ അകപ്പെട്ടു പോയത്. എന്നാൽ ഇന്ന് അങ്ങയുടെ താമരപാദങ്ങൾ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഈ രൂപം എപ്പോഴും എൻ്റെ മനസ്സിൽ വസിക്കണമേ. എൻ്റെ പാപങ്ങളെയെല്ലാം നശിക്കുന്നതിനായി ഈ രൂപം മനസ്സിൽ തെളിഞ്ഞു നിൽക്കട്ടെ. പ്രപഞ്ചത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന അങ്ങയുടെ ആ മഹാമായ എന്നെ ഇനിമേൽ മോഹിപ്പിച്ച് കളയരുതേ. ലക്ഷ്മീപദേ, അലൗകികവും ദിവ്യവുമായ അങ്ങയുടെ ഈ മഹാവിഷ്ണു രൂപം ഹേ ദേവദേശ, മറ്റുള്ള മനുഷ്യർ കാണുന്നതിന് മുൻപ് അങ്ങ് ഇത് മറയ്ക്കണമേ. ഒരു കുഞ്ഞിനെ ലാളിക്കുന്നതിനും വളർത്തുന്നതിനും അനുയോജ്യമായ ആ ബാലരൂപം എനിക്ക് കാട്ടിത്തരണമേ ദയാനിധേ. മകനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ അങ്ങയെ പരിചരിച്ച് ഈ ദുഃഖം നിറഞ്ഞ ലൗകിക ജീവിതമാകുന്ന കടൽ എനിക്ക് കടന്നു പോകണം. കൗസല്യ അതീവ ഭക്തിയോടെ ഭഗവാന്റെ കാൽക്കൽ വീണു വണങ്ങി ഇപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ ഭക്തരോട് വാത്സല്യമുള്ളവനായ ആ പുരുഷോത്തമൻ മറുപടി അരുൾ ചെയ്തു: ഹേ മാതാവേ, അങ്ങേക്ക് എന്താണോ ഇഷ്ടം അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല. അങ്ങ് ചിന്തിച്ചതുപോലെ തന്നെ സംഭവിക്കും. വലിപ്പമേറിയ അഹങ്കാരത്തോടെ വളർന്നു വരുന്ന ആ രാവണനെ വധിച്ചു ലോകങ്ങൾക്ക് മുഴുവൻ സന്തോഷം തിരികെ നൽകുന്നതിനായി പണ്ട് ബ്രഹ്മാവും ശിവനും അടക്കമുള്ള ശ്രേഷ്ഠന്മാരായ ദേവന്മാർ പരിശുദ്ധമായ വാക്കുകളാൽ എന്നെ സ്തുതിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് ഈ മനുഷ്യവംശത്തിൽ അങ്ങയുടെ മകനായി വന്നത്. മനുഷ്യരൂപം ധരിച്ച് ഭൂമിയിൽ ഞാൻ നിങ്ങളുടെ പുത്രനായി ജീവിക്കാം. ഞാൻ തന്നെ നിങ്ങളുടെ മകനായി വരണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച് വളരെ കാലം എന്നെ ആരാധിച്ചു. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്ത ആ തപസ്സിന്റെ കാരണത്താലാണ് ഇപ്പോൾ ഇപ്രകാരമുള്ള എൻ്റെ ഈ ചതുർബാഹു ദിവ്യരൂപം നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തന്നത്. എൻ്റെ ഈ രൂപം ദർശിക്കുക എന്നത് അതീവ ദുർബലമായ കാര്യമാണ്. മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് ഇതിനുശേഷം വീണ്ടും ജന്മമോ ലൗകിക ജീവിതങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടാവുകയില്ല. അതിനാൽ എൻ്റെ ഈ രൂപം നിങ്ങൾ എന്നും മനസ്സിൽ ധ്യാനിച്ചു കൊള്ളുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും മോക്ഷം ലഭിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഏതൊരു മനുഷ്യനാണോ ഇവിടെ വെച്ച് നമ്മൾ തമ്മിൽ നടന്ന ഈ സംഭാഷണം അതീവ ആദരവോടെ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത്, അവന് എൻ്റെ സാരൂപ മോക്ഷം സിദ്ധിക്കുമെന്ന് അറിഞ്ഞാലും, അതായത് ഭഗവാന്റെ രൂപത്തിന് തുല്യമായ പദവി. അങ്ങനെയുള്ളവരുടെ മനസ്സിൽ മരണസമയത്ത് എന്നെക്കുറിച്ചുള്ള ചിന്ത താനേ ഉണ്ടാകും. ഇപ്രകാരം അരുൾ ചെയ്ത ശേഷം ഭഗവാൻ ആ ദിവ്യരൂപം മറച്ച് ഒരു സാധാരണ കുഞ്ഞിൻ്റെ രൂപം കൈക്കൊണ്ടു. ഉടൻ തന്നെ ഒരു സാധാരണ കുഞ്ഞിനെ പോലെ കൈകാലുകൾ ഇട്ടടിച്ച് ഭഗവാൻ ഉച്ചത്തിൽ കരയുവാൻ തുടങ്ങി. ഇന്ദ്രനീല കല്ലിൻ്റെ തിളക്കമുള്ള മനോഹരമായ ശരീരത്തോടു കൂടിയവനും താമരക്കണ്ണനും മുകുന്ദനും പരമാനന്ദ സ്വരൂപനും ശിവൻ, ബ്രഹ്മാവ്, അരവിന്ദന്മാരിൽ താമരയിൽ വസിക്കുന്നവൻ തുടങ്ങിയ ദേവഗണങ്ങളാൽ വന്ദിക്കപ്പെടുന്നവനുമായ ഭഗവാൻ ഭൂമിയിൽ വന്ന് അവതരിച്ചു. തനിക്ക് മകൻ ജനിച്ചു എന്ന വാർത്ത പെട്ടെന്ന് കേട്ട മാത്രയിൽ ആ ദശരഥ മഹാരാജാവ് അത്യധികം ആനന്ദത്താൽ
വിവരണഭൂഷിതനായി മാറി. പുത്രൻ ജനിച്ച വിവരം വന്ന് അറിയിച്ച ദൂതന്മാരെ എല്ലാം തന്നെ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഉൾപ്പെടെ അവർ ആഗ്രഹിച്ച സമ്പത്തെല്ലാം സമ്മാനമായി നൽകി. തൻ്റെ മകൻ്റെ താമരപ്പൂ പോലുള്ള മുഖം കണ്ട് തൃപ്തി വരുത്താനായി അദ്ദേഹം പുറപ്പെട്ടു. വ്രതശുദ്ധിയോടെ കുളിച്ച് തൻ്റെ ഗുരുവായ വസിഷ്ഠന്റെ കൽപ്പന പ്രകാരം കുട്ടി ജനിക്കുമ്പോൾ ചെയ്യേണ്ട ജാതകർമ്മം എന്ന ചടങ്ങ് നടത്തി വലിയ രീതിയിൽ ദാനധർമ്മങ്ങളും ചെയ്തു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം കൈകേയിയുടെ മകൻ ഭരതൻ ജനിച്ചു. അതിനു പിറ്റേന്ന് സുമിത്രയുടെ 2 ആൺമക്കൾ ലക്ഷ്മണനും ശത്രുഘ്നനും ജനിച്ചു. ശത്രുക്കളെ സംഹരിക്കുന്നവനായ ദശരഥ മഹാരാജാവ് ജനിച്ച എല്ലാ ആൺകുട്ടികൾക്കും ശാസ്ത്ര വിധിപ്രകാരം ജാതകർമ്മങ്ങൾ ഭംഗിയായി നടത്തി. ആ സന്തോഷ വാർത്ത കേട്ട് നാട്ടിലെ ജനങ്ങളുടെ എല്ലാം കണ്ണുകളിൽ നിന്നും ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു. സ്വർണം, രത്നങ്ങൾ, നല്ല വസ്ത്രങ്ങൾ, ഭൂസ്വത്തുക്കൾ തുടങ്ങിയ വിലയേറിയ വസ്തുക്കളും അളവറ്റ രീതിയിൽ ബ്രാഹ്മണർക്ക് രാജാവ് ദാനം നൽകി. ആ സമയത്ത് ഭൂമിയിൽ മാത്രമല്ല, ദേവന്മാരുടെ നാടായ സ്വർഗലോകത്തും വലിയ ആഘോഷങ്ങൾ നടന്നു. ഭൂമിയിലെ ദുഷ്ടനിഗ്രഹത്തിനായുള്ള ഭഗവാന്റെ അവതാരം കണ്ട് ദേവേന്ദ്രന്റെ 1000 കണ്ണുകളും സന്തോഷത്താൽ തിളങ്ങി. പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആത്മാവായ ഭഗവാൻ ഇപ്രകാരം ഭൂമിയിൽ ലോകത്തെ മുഴുവനും എപ്പോഴും ആനന്ദിപ്പിക്കുന്നവൻ എന്ന് മനസ്സിലോർത്ത് വസിഷ്ഠ മഹർഷി കറുത്ത നിറമുള്ള സുന്ദരനായ മൂത്ത കുമാരന് രാമൻ എന്ന ദിവ്യമായ പേരിട്ടു. ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ കൈകേയിയുടെ മകന് ഭരതൻ എന്നും ആ മുനി പേരിട്ടു. എല്ലാ സദ്ലക്ഷണങ്ങളും തികഞ്ഞവനും കൗസല്യാതനായ ശ്രീരാമന് അനുരൂപമായ സുമിത്രയുടെ മൂത്ത മകന് ലക്ഷ്മണൻ എന്നു പേരിട്ടു. ശത്രുക്കൂട്ടങ്ങളെ മുഴുവൻ നിഗ്രഹിക്കുന്നവൻ എന്ന നിലയിൽ സുമിത്രയുടെ 2ാമത്തെ മകന് ശത്രുഘ്നൻ എന്ന് പേരിട്ടു. ഇപ്രകാരം 4 പുത്രന്മാർക്കും വസിഷ്ഠ മഹർഷി നാമകരണം നിശ്ചയിച്ചപ്പോൾ ഭൂമിപാലനായ ദശരഥ രാജാവും അദ്ദേഹത്തിന്റെ പത്നിമാരും അത്യധികം ആനന്ദിച്ചു. അതീവ സന്തോഷത്തോടെ ബാലലീലകളിൽ ഏർപ്പെടുന്ന ആ കുട്ടിക്കാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും എപ്പോഴും ഒത്തൊരുമിച്ച് ഒരേ കൂട്ടായി ജീവിച്ചു. യാഗപായസം വീതം വെച്ചെങ്കിലെ പങ്കിലെ സ്വഭാവമനുസരിച്ച് ഭരതനും ശത്രുഘ്നനും അതുപോലെ എപ്പോഴും ഒന്നിച്ചു തന്നെ കഴിഞ്ഞുകൂടി. യാതൊരു പിണക്കങ്ങളുമില്ലാതെ തൻ്റെ പ്രിയ സഹോദരന്മാരോടൊപ്പം ശ്യാമവർണ്ണമുള്ളവനും ലോകത്തിന് മുഴുവൻ പ്രിയങ്കരനുമായ രാമദേവൻ കാരുണ്യമാകുന്ന അമൃത് നിറഞ്ഞ തൻ്റെ കടക്കണ്ണാലുള്ള നോട്ടം കൊണ്ടും മനോഹരവും രസകരവുമായ തൻ്റെ ലാളന വാക്കുകൾ കൊണ്ടും അമൃതം കൊണ്ടും പ്രപഞ്ചത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന തൻ്റെ ശരീര ഭംഗി കൊണ്ടും കാണുന്നവർക്കെല്ലാം പരിപൂർണ ആനന്ദം നൽകുന്ന ശരീരത്തിൻ്റെ മൃദുത്വം കൊണ്ടും ചെമ്പരത്തിപ്പൂ പോലുള്ള ചുവന്ന ചുണ്ടുകളിൽ ഉമ്മ വയ്ക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം കൊണ്ടും മുളച്ചു വരുന്ന ചെറിയ പല്ലുകൾ കാട്ടിയുള്ള മനോഹരമായ പുഞ്ചിരി കൊണ്ടും ഭൂമിയിൽ ചവിട്ടി നടക്കുമ്പോഴുള്ള താമരപാദങ്ങളുടെ മനോഹരമായ ചലനം കൊണ്ടും മനസ്സിനെ കവരുന്ന ഇതുപോലുള്ള എല്ലാ ബാലലീലകൾ കൊണ്ടും തൻ്റെ പിതാവായ ദശരഥനും അമ്മമാർക്കും അയോധ്യയിലെ ജനങ്ങൾക്കും അവരുടെ ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഒരേപോലെ പരമാനന്ദം പ്രദാനം ചെയ്തു. നെറ്റിയിലെ മധ്യത്തിലായി സ്വർണം കൊണ്ടുണ്ടാക്കിയ താമരപ്പൂവിൻ്റെ ആകൃതിയിലുള്ള ചുട്ടി ധരിച്ച് ചന്ദനം ചാർത്തിയ ആ നെറ്റിത്തടത്തിൽ വന്ന് വീണുകിടക്കുന്ന മുൻകുടുമയിലെ മുടിയും കരി എഴുതിക്കൊണ്ട് അതീവ സുന്ദരമായിരുന്ന താമരപ്പൂ പോലുള്ള കണ്ണുകളും അവയുടെ ദയാപൂർവമായ നോട്ടങ്ങളും കാതുകളിൽ അണിഞ്ഞ രത്നകുണ്ടലങ്ങൾ തട്ടി പ്രകാശിക്കുന്ന സ്വർണ്ണ കണ്ണാടി പോലെ തിളങ്ങുന്ന മനോഹരമായ കവിൾത്തടങ്ങളും കുട്ടികളുടെ കഴുത്തിൽ ധരിപ്പിക്കുന്ന പുലിനക മോതിരവും പവിഴമണികളും ഇടയ്ക്കിടെ തങ്കമണികളും കോർത്തിണക്കിയ മനോഹരമായ മാലകൾ ഭഗവാന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നു. വീതിയേറിയ അവിടുത്തെ മാറിടത്തിൽ മുത്തുമാലകളും വനമാലകളും അതോടൊപ്പം സുഗന്ധമുള്ള തുളസിമാലകളും ചാർത്തിയിരിക്കുന്നു. സമാനതകളില്ലാത്ത പ്രകാശത്തോടെ തിളങ്ങുന്ന ശ്രീവത്സമെന്ന അടയാളവും തോൾവളകളും കൈവളകളും മോതിരങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന കൈകളും തങ്കം പോലെ തിളങ്ങുന്ന പീതാംബരത്തിൻ മുകളിലായി അണിഞ്ഞിരിക്കുന്ന അരഞ്ഞാണും ചിലങ്കകളും തുടങ്ങി പല വിധത്തിലുള്ള ആഭരണങ്ങൾ ധരിച്ച് തൻ്റെ പ്രിയ സഹോദരന്മാരോടൊപ്പം ഭൂമിദാതനായ ആ ഭഗവാൻ ഭൂമിദേവിക്ക് തന്നെ ഒരു വലിയ അലങ്കാരമായി ജീവിച്ചു. ലക്ഷ്മി ദേവിയുടെ ഭർത്താവായ വിഷ്ണു ഭഗവാൻ തന്നെ വന്ന് വസിക്കുന്ന ആ അയോധ്യയിൽ ലക്ഷ്മി ദേവിയും സന്തോഷത്തോടെ കളിച്ചു വിളങ്ങി വാണു. അന്നു തൊട്ട് ഭൂമിയിൽ എല്ലാ ദിവസവും ഐശ്വര്യവും സമൃദ്ധിയും വർദ്ധിക്കുകയും
ജനങ്ങളെല്ലാം അത്യധികം ആനന്ദിക്കുകയും ചെയ്തു. ഇപ്രകാരം ദശരഥൻ കൗസല്യ ദമ്പതിമാരെ തങ്ങളുടെ ബാലലീലകൾ കൊണ്ട് സന്തോഷിപ്പിച്ച് കുട്ടികൾ മെല്ലെ കൗമാരപ്രായത്തിലേക്ക് കടന്നു. ബ്രഹ്മാവിന്റെ മകനായ വസിഷ്ഠമുനി ശാസ്ത്രവിധി പ്രകാരം ആ 4 ആൺകുട്ടികളെയും ഉപനയന ചടങ്ങ് നടത്തി, പൂണൂൽധരണം. തുടർന്ന് വേദങ്ങളും വേദാന്തങ്ങളും ഉപാംഗങ്ങളും ധർമ്മശാസ്ത്രങ്ങളും ഉപസ്മൃതികളും എല്ലാം അവർ യാതൊരു പ്രയാസവുമില്ലാതെ വളരെ വേഗത്തിൽ പഠിച്ചെടുത്തു. ആലോചിച്ചു നോക്കിയാൽ അതൊരു അത്ഭുതമല്ലേ? കാരണം ആ വേദങ്ങൾ ഭഗവാന്റെ ശ്വാസം തന്നെയല്ലേ? പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങളുടെയും ഗുരുവായി വിളങ്ങുന്ന ഭഗവാന് തന്നെ ഒരു ഗുരുവായി മാറാൻ കഴിഞ്ഞ ബ്രഹ്മാവിന്റെ മകനായ വസിഷ്ഠ മഹർഷിയുടെ മഹത്തായ ആ ഭാഗ്യത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരുകയില്ല. തുടർന്ന് അവർ അമ്പെയ്ത്ത് കലയാകുന്ന കടൽ പൂർണ്ണമായും പഠിച്ചു നീന്തിക്കടന്നവരായി മാറി. മക്കൾ സകല വിദ്യകളിലും മിടുക്കന്മാരായി വളരുന്നത് കണ്ട് ദശരഥ മഹാരാജാവ് മനസ്സിൽ അതിയായ ആനന്ദം കൊണ്ടു. അദ്ദേഹം മുനിശ്രേഷ്ഠനായ വസിഷ്ഠനെയും യഥാവിധി ആദരിച്ച് സന്തോഷിപ്പിച്ചു. മനസ്സിൽ വലിയ സ്നേഹത്തോടെ രാമനും ലക്ഷ്മണനും തമ്മിൽ യജമാനനും സേവകനും കാത്തു സൂക്ഷിച്ചു. അതുപോലെ തന്നെ അതീവ സുന്ദരന്മാരായ ഭരതനും ശത്രുഘ്നനും തമ്മിലും യജമാന സേവക ബന്ധം എപ്പോഴും പുലർത്തിപ്പോന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ ശ്രീരാമൻ കൗതുകത്തോടെ അതീവ വേഗതയുള്ള കുതിരയെ പൂട്ടി രഥത്തിലേറി തൻ്റെ പ്രാണന് തുല്യനായ ലക്ഷ്മണനെയും കൂടെ കൂട്ടി അമ്പും വില്ലും വാളും തുടങ്ങിയ ആയുധങ്ങളും എല്ലാം ഏന്തി നായാട്ടിനായി കാട്ടിലേക്ക് പുറപ്പെട്ടു. കാട്ടിൽ ഉപദ്രവകാരികളായ ദുഷ്ടമൃഗങ്ങളുടെ കൂട്ടത്തെ വേട്ടയാടി കൊന്നു. മാൻ, സിംഹം, ആന, കരടി, കാട്ടുപന്നി തുടങ്ങിയ കുരങ്ങ് തുടങ്ങി എണ്ണമറ്റ കാട്ടുമൃഗങ്ങളെ വധിച്ചു കൊണ്ടുവന്നു തൻ്റെ പിതാവായ ദശരഥ മഹാരാജാവിൻ്റെ കാൽക്കൽ കാഴ്ചവെച്ചു. ശാസ്ത്രവിധി പ്രകാരം പിതാവിനെ വീണു നമസ്കരിച്ചു വണങ്ങി. അതോടൊപ്പം എല്ലാ ദിവസവും പുലർച്ചെ എഴുന്നേറ്റ് വ്രതശുദ്ധിയോടെ കുളിച്ച് അതീവ ഭക്തിയോടെ സന്ധ്യാവന്ദന ചടങ്ങുകൾ നിർവഹിച്ചതിനു ശേഷം അച്ഛൻ്റെയും അമ്മയുടെയും താമരപാദങ്ങളിൽ വീണു നമസ്കരിച്ചു. അതിനുശേഷം തൻ്റെ അനിയന്മാരോടൊപ്പം ചേർന്ന് നാട്ടിലെ ജനങ്ങളുടെയും കാര്യങ്ങളും പ്രജാക്ഷേമവും അന്വേഷിച്ചു. രാജ്യനീതിയും നിയമത്തിനും യാതൊരു കോട്ടവും തട്ടാതെ എപ്പോഴും ജനങ്ങളെ സന്തോഷിപ്പിക്കുകയും ധർമ്മം കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. ബന്ധുക്കളോടും ഗുരുക്കന്മാരോടും ഭൃത്യന്മാരോടും ഒത്തുചേർന്ന് നിറഞ്ഞ സന്തോഷത്തോടെ രുചികരമായ ഭക്ഷണം ഒന്നിച്ച് കഴിച്ചു. പിന്നീട് ധർമ്മശാസ്ത്രങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും മുനിമാരിൽ നിന്നും മറ്റും ശ്രദ്ധയോടെ കേട്ടു മനസ്സിലാക്കി. പരിശുദ്ധമായ ബ്രഹ്മാനന്ദത്തിൽ ലയിച്ച മനസ്സോടു കൂടിയവനും പരമപുരുഷനും എല്ലാത്തിനും മീതെയുള്ളവനും നാശമില്ലാത്ത പരബ്രഹ്മാവുമായ ആ ഭഗവാൻ പുരുഷോത്തമനും പരമാത്മാവും പരമാനന്ദ സ്വരൂപനുമായ വിഷ്ണു ഭഗവാൻ ഭൂമിയിൽ ഇപ്രകാരം മനുഷ്യനായി അവതരിച്ച് ഒരു രാജകുമാരന്റെ ചുമതലകൾ ഏറ്റെടുത്ത് ഇവിടെ ജീവിച്ചു പോന്നു. എന്നാൽ മനസ്സിരുത്തി ആലോചിച്ചു നോക്കിയാൽ യഥാർത്ഥത്തിൽ ഭഗവാൻ ഇതൊന്നും സ്വന്തം ആവശ്യത്തിനായി ചെയ്യുന്നതല്ല. അവിടുത്തേക്ക് ലൗകികമായ യാതൊരു വികാരങ്ങളുമില്ല. ചിന്തിച്ചു നോക്കിയാൽ യാതൊരു മാറ്റവും ഇല്ലാതെ ശുദ്ധമായ ആത്മാനന്ദ സ്വരൂപനാണ് അവിടുന്ന്. അങ്ങനെയുള്ള ഭഗവാൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുന്നത് അവിടുത്തെ മഹാമായയുടെ വിലാസം ഒന്നുകൊണ്ടും മാത്രമാണ്. അത് എത്രയോ അത്ഭുതം, അതീവ ആശ്ചര്യം തന്നെ. 2-ാം ദിവസം അധ്യാത്മരാമായണം പാരായണത്തിലെ വരികളുടെ അർത്ഥങ്ങൾ ഇവയാണ്. ഈ കഥയൊന്ന് കേട്ടു നോക്കൂ, നമ്മൾക്ക് മനസ്സിൽ ആനന്ദം തുളുമ്പും. നാളെ ബാക്കിയായിട്ട് കാണാം. നന്ദി, നമസ്കാരം.